ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിച്ചുറിനു വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട്, അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീച്ച് എല്ലാ കലാപരിപാടികൾ തുടങ്ങാൻ പോയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ജനലും കർട്ടനൊക്കെ തുറന്നിട്ട് മോനെ എണീച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മോനെ എണീപ്പിച്ച് ബ്രഷൊക്കെ ചെയ്ത് നേരെ താഴേക്ക് പോയിട്ടോ. താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ പണിയുണ്ടാവും. ഫസ്റ്റ് തന്നെ ഞാൻ മോനിക്ക് പാലാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അതിന് ശേഷം പാലാക്കിയതിന് ശേഷം ഞാൻ വേഗം മോനിക്ക് നാസ്ത കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഇന്ന് നാസ്ത പൂരിയും ചെറുപയറാണ് ഞാൻ മോനിക്ക് കൊടുത്തത്. പിന്നെ അപ്പോഴത്തേക്ക് ഉമ്മ ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് ഉമ്മ പുറത്ത് പോയിട്ടുണ്ടായിന്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അങ്ങനെ ചായയിലാക്കി കഴിഞ്ഞ് ഞാൻ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഇന്ന് ഞാൻ നാസ്ത കഴിച്ചത് പൂരിയും പിന്നെ ഉമ്മ നെത്തൽ വറ്റിച്ചിട്ടുണ്ടായിന്, അതാണ് ഞാൻ കഴിച്ചത് രാവിലെ. അതിന് ശേഷം പിന്നെ കിച്ചണിലേക്ക് കയറി നാസ്തയ്ക്കലെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പണി സ്റ്റാർട്ട് ചെയ്ത് ഓരോ ആൾക്കാർ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്താത്ത അവിടുന്ന് മീനെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് തേങ്ങ ചിരണ്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ പാത്രം കഴുകൽ, ഇതാണ് മെയിൻ. എത്ര കഴുകിയാലും തീരാത്ത സംഭവമാണ് ഈ പാത്രം കഴുകൽ. കഴുകി കൈയിൻ്റെ അടയാളം പോലും തേനുമാന് പോയോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. നിങ്ങളെ വീട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? കമൻറ്റ് ചെയ്യും. അടുക്കള മൊത്തമായിട്ടൊന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പണിയിൽ തുടങ്ങും, എന്നാലൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ഉച്ചക്കത്തെ പണി കഴിയുമ്പോൾ അടുത്ത പാത്രം കൂടി വരുമല്ലോ. അതുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തെ കറി തേങ്ങ അരച്ച കറി കേട്ടോ. നെത്തൽ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അടുക്കളയിൽ പണി കഴിഞ്ഞിട്ട് നേരെ ഹാളിൽ വരുമ്പോൾ ഇതായിരിക്കും അവസ്ഥ. എൻ്റെ മോനെ ഓരോന്ന് വലിച്ചിട്ടിട്ടുണ്ടാവും. അടുക്കളയിലെ പാത്രങ്ങളാണ് ഓനിക്ക് മെയിനായിട്ട് വേണ്ടത് കളിക്കാൻ. ഓൻ്റെ ടോയ്സൊന്നും എനിക്ക് വേണ്ട, ഓനിക്ക് ഈ അടുക്കളയിലുള്ള സാധനങ്ങളാണ് എനിക്ക് വേണ്ടത്. എത്ര ടോയ്സ് ഉണ്ടായാലും ഓനിക്കിത് വേണം, ഇതിനെ കൊണ്ടേ ഓൻ കളിക്കുള്ളൂ. അങ്ങനെ ഇപ്പുറം വന്നപ്പോൾ മീൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴും ഉമ്മ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിന്. ഒരു 4-5 ചെമ്മീനായിട്ടുണ്ടായതാണ്, അത് പൊരിച്ച്. പിന്നെ നെത്തൽ വറ്റിച്ചതുണ്ടായിന്, തേങ്ങ അരച്ച കറി. പിന്നെ മോനിക്ക് ഞാൻ ചെമ്മീൻ പൊരിച്ചതും പിന്നെ ബിരിയാണീൻ്റെ റൈസ് ഉണ്ടായിന്, അതാണ് മോനിക്ക് കൊടുത്തത്. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് മോനിക്കെല്ലാം ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാവും ഒരു ലോഡ് പാത്രം. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും തീരൂല ഈ പാത്രം കഴുകൽ. നമ്മൾ പാത്രം കഴുകിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് തിരിഞ്ഞിട്ട് പിന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും പാത്രം നിറയും. അങ്ങനെയാണ് എല്ലാവരും വീട്ടിൽ അങ്ങനെ ആയിരിക്കുമല്ലേ മേ ബി. അടുക്കളയെല്ലാം പാത്രം കഴുകലെല്ലാം ക്ലീനാക്കി എല്ലാം കഴിഞ്ഞാലാണ് എൻ്റെ ഉപ്പ വരിക. ഉപ്പ വന്നപ്പോൾ ഉപ്പാക്ക് ഫുഡ് എടുത്ത് വെച്ച് കൊടുത്ത് എല്ലാം ക്ലീനാക്കിയിട്ട് ഞാൻ മേലെ ഇത്താത്ത ഇവിടെ ഇസ്തിരി ഇടുന്നുണ്ട്. ഇന്ന് കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോകണം. മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ എണീച്ചിട്ട് വേഗം കല്യാണത്തിനേക്ക് പോയതാണ്. നമ്മൾ ടൈം ഉണ്ടായിട്ടില്ല, വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. നമ്മൾ വേഗം തന്നെ മാറ്റി വേഗം റെഡി ആയിട്ട് പോയിട്ട് എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിലാണ് കല്യാണം. അപ്പോൾ നമ്മൾ വേഗം അവിടത്തേക്ക് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് എൻ്റെ ബ്രദറിൻ്റെ വൈഫിനെയും കൂട്ടുന്നുണ്ട്, ഓരോ മക്കളെയും കൂട്ടാനുണ്ട്. അവരെല്ലാം കൂട്ടിയിട്ട് നേരെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകും. അവിടെ എത്തിയിട്ട് കാണാം. കല്യാണ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ ആൾക്കാരും കാര്യങ്ങളായതുകൊണ്ട് എടുത്തിട്ടില്ല ഞാൻ കൂടുതൽ. ഇതാണ് കേട്ടോ അവർ വീട്, ഇത് കിച്ചണാണ്. ഈ അടുത്താണ് ഇവർ ഈ ഹൗസ് വാമിങ് കഴിഞ്ഞത്, അതിന് ഞാൻ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും ഞാൻ ജസ്റ്റ് ഈ ഒരു ഷോട്ട് മാത്രമേ കല്യാണ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രം നിച്ചുറിനു വ്ളോഗ്സ്.